അയ്യോ! ചക്കയുടെ സീസണൊക്കെ കഴിഞ്ഞല്ലോ. ഇനിയിപ്പം നമുക്ക് മാങ്ങയുടെ സീസണല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിരുന്ന സമയത്ത് ചേച്ചി ഒട്ടും വിഷമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്റെ അപ്പൂസ് കൊണ്ട് ഞങ്ങൾക്ക് ദാ ഇന്നലെ ഒരു ചക്ക കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നേ. അവൻ എന്നോട് പ്രത്യേകം പറഞ്ഞു, "ചേച്ചി ഞാനാണ് ചക്ക കൊണ്ട് തന്നേന്ന് പേരെടുത്ത് പറഞ്ഞേക്കണോന്ന്." "അപ്പൂസേ നിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ." അപ്പൊ എനിക്ക് ചക്ക കൊണ്ട് തന്നത് നമ്മുടെ അപ്പൂസായിരുന്നു. അപ്പൊ കയ്യോടെ തന്നെ വേവിക്കാനുള്ള പരിപാടിയൊക്കെ ആരംഭിച്ചു. നേരെ ഇത്തിരി ചക്കയൊക്കെ അരിഞ്ഞിട്ട് ഇത്തിരി തേങ്ങായും ഒക്കെ ഒന്ന് ചതച്ച് പച്ചമുളകും പിന്നെ നമ്മുടെ മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് കുക്കറിനകത്തിട്ട് ഒറ്റയടി. ഒന്നല്ല കേട്ടോ, 2 അടി. സംഭവം സെറ്റ്. അപ്പൊ ഇനി ഇതിന് കറി എന്തുവാണെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നതാണ് അച്ചാച്ചന്റെ വക ദാണ്ട വരുന്ന ബോട്ടി. ഇതിന്റെ പേര് ബോട്ടി എന്നാണ് എന്നുള്ളത് ഞാൻ ദാ നമ്മുടെ യൂട്യൂബ് അമ്മച്ചി പറഞ്ഞു തന്നപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. ഞാൻ ഇത്രയും നാളും വിചാരിച്ചിരുന്നത് പോട്ടി എന്നാണ്. പക്ഷെ അങ്ങനല്ല കേട്ടോ. ഇത് ബോട്ടിയാണ് സാധനം. അപ്പൊ അത് ഞാൻ ഇത് ആദ്യമായിട്ടാണ് വെക്കുന്നത്. നമ്മുടെ യൂട്യൂബിന്റെ സഹായത്തോടു കൂടി ഞാൻ ദാ ആ സംഭവത്തിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ. അതിന്റെ ഇടയിൽ ചക്കയൊക്കെ വെന്ത് അത് നല്ല സെറ്റായിട്ട് കുഴച്ച് നല്ല എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ഈ സംഭവം ഞാനൊരു 5, 8, 10 പ്രാവശ്യം ഒന്ന് കഴുകി എടുത്തിട്ട് നേരെ കുറച്ച് ചൂട് വെള്ളത്തിലോട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് ഇട്ട് ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് എന്നിട്ട് അത് തിളച്ച് കഴിഞ്ഞപ്പോൾ അതെല്ലാം ആ വെള്ളം എല്ലാം ഊറ്റിക്കളഞ്ഞ് നേരെ ആ കുക്കറിനകത്തോട്ട് പിന്നെ ഒരു 5, 6 പ്രാവശ്യം കൂടെ ഞാൻ കഴുകി കേട്ടോ. എന്നിട്ട് ആ കുക്കറിനകത്തോട്ട് ഇത്തിരി സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇത്തിരി കുരുമുളക് പൊടിയും തേങ്ങാക്കൊത്തും ഉപ്പും മഞ്ഞപ്പൊടിയും എല്ലാം കൂടെ ഒന്ന് ഞെരടി എടുത്ത് കുക്കറിൽ ഒരു ഒരു 4, 5 വിസിലൊക്കെ അടുപ്പിച്ച് നോക്കി. രക്ഷയില്ല അളിയാ, വെന്തിട്ടില്ല. പിന്നെയും വെച്ച് ഒരു 5, 8 അടിയും കൂടെ. അപ്പൊ നല്ല സെറ്റായിട്ട് വെന്ത് കേട്ടാ. പിന്നെ നേരെ ഒരു പാത്രം അങ്ങോട്ട് വെച്ചു, എണ്ണ ഒഴിച്ചു, ഇത്തിരി കടുകിട്ടു, 2, 3 ഉലുവായും കൂടി ഇട്ടിട്ട് തേങ്ങാക്കൊത്തിട്ടു, അതെല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് പിന്നെ അതിന്റെ തൊട്ട് പുറകെ നമ്മുടെ സവോളയും കൂടി ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചങ്ങെടുത്തേ. അപ്പൊ സവോളയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നമ്മുടെ പൊടി ഐറ്റംസ് ഒക്കെ ഇടാം. കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി ഈ വക പൊടികളെല്ലാം കൂടെ ദാ അതിനകത്തോട്ടൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുത്തു. പിന്നെ നമ്മുടെ വെള്ളം അതിലേക്ക് ചേർക്കാതെ നമ്മുടെ ബോട്ടിയും കൂടി ഇട്ടിട്ട് കുരുമുളക് പൊടി ഇട്ട് കുറച്ച് കുറച്ച് എണ്ണയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പെരട്ടി ഇങ്ങോട്ട് എടുത്തു. നല്ല മൊരിച്ച്. അമ്പാ എന്താ ടേസ്റ്റ്! നല്ല സൂപ്പർ സാധനമായിരുന്നു കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് വീട്ടിലുണ്ടാക്കുന്നത്. പക്ഷെ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണേലും സംഗതി നല്ല സൂപ്പർ. ബീഫ് തിന്നാത്ത ഞാൻ കഴിച്ചു കേട്ടോ. അപ്പൊ ബീഫ് തിന്നാത്ത ഞാന് ദാ ഈ സാധനമൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് വൈകിട്ട് ദാ ഇതും നമ്മുടെ ചക്ക വേവിച്ചതും അപ്പൂസ് തന്ന ചക്ക വേവിച്ചതും ഒക്കെ കൂട്ടി ഇന്നത്തെ കുശാലായിരുന്നു കേട്ടോ.